ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവക കുടുംബം ഒരുമിച്ച് ഒരു പുതിയ ആത്മീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കാൽവരിയിലേക്കുള്ള ഈ 50 നോമ്പ് തീർത്ഥാടനം ഒരു വീഡിയോ പരമ്പരയായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇന്നു മുതൽ എത്തുന്നു. ഈ യാത്രയുടെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് മരുഭൂമിയിലെ ഈശോയെക്കുറിച്ചുള്ള ചില ആത്മീയ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മരുഭൂമി എന്നത് വെറും ഒരു സ്ഥലമല്ല. ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്. കർത്താവ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടത് തനിച്ചാകാനല്ല, മറിച്ച് തൻ്റെ പിതാവിനോട് ഏറ്റവും അടുത്തു നിൽക്കാനാണ്. ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്കിടയിൽ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും നടുവിൽ പിശാച് അവനെ പരീക്ഷിക്കുമ്പോൾ യേശു നമുക്ക് കാണിച്ചു തരുന്നത് ആത്മബലത്തിൻ്റെ വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മരുഭൂമികൾ ഉണ്ടാകാറുണ്ട്. ഏകാന്തതയുടെ, രോഗത്തിൻ്റെ, സാമ്പത്തിക തകർച്ചയുടെ അല്ലെങ്കിൽ ആത്മീയ ശൂന്യതയുടെ മരുഭൂമികൾ. അവിടെ നാം തളർന്നു പോകാതിരിക്കുവാൻ യേശുവിൻ്റെ മരുഭൂമി അനുഭവം നമുക്ക് മിഴിവെളിച്ചമാകണം. ലൗകികമായ പ്രലോഭനങ്ങളെ ദൈവവചനം കൊണ്ട് തോൽപ്പിച്ച ക്രിസ്തു നമ്മുടെ ഓരോ പരീക്ഷണങ്ങളിലും കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീർ കാണുന്ന, നമ്മുടെ വിശപ്പറിയുന്ന, നമ്മുടെ ഒറ്റപ്പെടലിൽ കൂട്ടിരിക്കുന്ന ഒരു ദൈവമാണ് ക്രിസ്തു. അവൻ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയത് നമുക്ക് മരുഭൂമിയിൽ വഴി തെറ്റാതിരിക്കാനാണ്. ജീവിതത്തിൻ്റെ കഠിനമായ വെയിലിൽ തളർന്നു പോകുമ്പോൾ ഓർക്കുക, അവൻ നമുക്ക് മുമ്പേ നടക്കുന്നുണ്ട്. അവൻ്റെ പാടുകൾ വീണ പാദങ്ങളെ നമുക്ക് പിന്തുടരാം. ഈ നോമ്പുകാലത്ത് നാം തനിച്ചല്ല നടക്കുന്നത്. പിയാത്ത തൻ്റെ മകൻ്റെ ജീവനറ്റ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന വേദനിക്കുന്ന ആ അമ്മയുടെ രൂപം നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ നോമ്പിൽ നാം ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ. കുരിശിൻ്റെ ചുവട്ടിൽ തളർന്നു നിന്ന അമ്മ മകന്റെ ഓരോ തുള്ളി രക്തവും സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവളാണ്. നമ്മൾ പാപത്തിൻ്റെ ചളിയിൽ വീഴുമ്പോഴും ജീവിതഭാരത്താൽ തളരുമ്പോഴും ആ അമ്മയുടെ കണ്ണുകൾ നമുക്കായി പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഈ 50 ദിവസത്തെ വെണ്മ ഓറ യൂട്യൂബ് തീർത്ഥാടനം വെറും ഒരു കാഴ്ചയല്ല, മറിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് വെറും ഒരു മാംസവർജനമോ ഉപവാസമോ മാത്രമാകരുത്. അത് നമ്മുടെ ഉള്ളിലെ വിദ്വേഷത്തെയും അസൂയയെയും വെടിഞ്ഞ് സ്നേഹത്തിൻ്റെ പുതിയൊരു ലോകം പണിയാനുള്ള സമയമാകട്ടെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. വരാനിരിക്കുന്ന 50 ദിവസങ്ങളും ഓരോ വീഡിയോയിലൂടെയും നാം പങ്കുവെക്കുന്നത് ക്രിസ്തുവിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ കഥകളാണ്. ഇത് നമ്മുടെ പ്രാർത്ഥനാ മുറികളിലും വീടുകളിലും ആത്മീയ ചൈതന്യം പകർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോമ്പ് നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ആത്മീയ യാത്ര ചെയ്യാം. സ്നേഹനാഥൻ്റെ പിന്നാലെ പരിശുദ്ധ മറിയത്തിൻ്റെ കരം ഗ്രഹിച്ച് ഏവർക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.